എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു കോളം ഡിസൈൻ ചെയ്യാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് SP16. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നോക്കുന്നത്. അപ്പോൾ കോളം എന്ന് പറയുമ്പോൾ ഷോർട്ട് കോളത്തിന്റെ ഡിസൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഷോർട്ട് കോളം ആക്സിയൽ ലോഡ് മാത്രം വരുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഷോർട്ട് കോളം വിത്ത് യൂണി ആക്സിയൽ ബെൻഡിങ് വരുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും നമ്മളെ സഹായിക്കാനായിട്ട് SP16 എന്ന് പറഞ്ഞൊരു ഡിസൈൻ മാനുവൽ ഉണ്ട്. അതായത് IS456ന്റെ ഡിസൈൻ മാനുവലാണ് SP16. അപ്പോൾ SP16 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളത്തിന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എന്താണ് SP16? അതായത് IS456ലുള്ള കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഗ്രാഫുകൾ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ, ഇനി ഡിസൈൻ എക്സാമ്പിൾസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് SP16. അപ്പോൾ അതിൽ 99ാമത്തെ പേജ് തൊട്ടാണ് കംപ്രഷൻ മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു എക്സാമ്പിൾ തൊട്ട് നമുക്ക് ഒരു ഷോർട്ട് കോളം പോവാം. അണ്ടർ ആക്സിയൽ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ ഇതിന്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് എത്രത്തോളം ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് പെർസെൻറ്റേജ് കൊടുക്കാം. നമ്മൾ ബീമിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പറയുന്ന പോലെ കോളത്തിൽ എത്രത്തോളം കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം എന്ന് നമുക്കറിയണം. അത് ഏകദേശം 0.8 to 6% ആണ്. എന്നാൽ കൂടിയും ഒരിക്കലും 4%നും കൂടുതലൊന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ ഗ്രാഫ് നോക്കി ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. നമ്മുടെ സെക്ഷന്റെ ടോട്ടൽ വേണ്ട ഏരിയ കണ്ടുപിടിക്കുക, കോൺക്രീറ്റിന്റെ ഏരിയ. കമ്പി എത്ര വേണമെന്ന് കണ്ടുപിടിക്കുക, മിനിമം എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യുക, സ്റ്റിറപ്സ് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്കൊരു ആക്സിയൽ ലോഡഡ് കോളം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സ്റ്റീൽ ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചാർട്ട് 25 എടുക്കാനായിട്ട്. ചാർട്ട് 25 എടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അത് നമ്മൾ അസ്യൂം ചെയ്യണം. നമുക്ക് 1 എടുക്കാം, 0.8 എടുക്കാം, 1.2 എടുക്കാം, എത്ര എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നത് ഒരിക്കലും 6-നേക്കാട്ടിലും അല്ലെങ്കിൽ 4-നേക്കാട്ടിലും ഒരിക്കലും കൂടാൻ പാടില്ല. സോ 1% എടുത്തു. ഇനി ആ ചാർട്ടിൽ നിന്ന് നോക്കിയിട്ട് AG ടോട്ടൽ ആയിട്ട് വേണ്ട ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ കിട്ടിയ ഏരിയ ഇതാണ്, 2700 ആണെങ്കിൽ അതിന്റെ 1% എടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആയിട്ട് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം SP16ത്തെ എക്സാമ്പിൾസ് ഒക്കെ എടുക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയറിലും സെന്റിമീറ്ററിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആവരുത്. ആ ഒരു ലെവൽ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഗ്രാഫ്, ചാർട്ട് 52 എന്ന് പറയുന്ന ഗ്രാഫാണിത്. ഇതിൽ വേണ്ട ലോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ വന്നിട്ടുള്ള ലോഡ് അൾട്ടിമേറ്റ് ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള 3000 ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 1% റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങോട്ട് വന്നു. നമ്മുടെ കോൺക്രീറ്റിന്റെ ഗ്രേഡ് അവിടെ ഉണ്ട്, കണ്ട 20 ആണ് നമ്മുടെ കോൺക്രീറ്റിന്റെ ഗ്രേഡ്. ആ ലൈനിൽ വന്നത് ഇന്റർസെക്ട് ചെയ്തു. ഉടനെ തന്നെ മുകളിലോട്ട് പോവാം. എവിടം വരെ പോകണം? മുകളിലോട്ട് 3000ന്റെ നേരെ വരെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവും, കണ്ട ഇതാണ് നമ്മുടെ സ്ഥലം. ഈ ലൈൻസ് ഒക്കെ നോക്കുക. ഇവിടെ 3000, ഇവിടെ 2000. ഓക്കെ, അപ്പൊ ഇതിനിടയിലുള്ള 2500 ആണ് കേട്ടോ. ഇത് കറക്റ്റ് റീഡബിൾ അല്ല. അപ്പൊ നിങ്ങളുടെ SP16 നോക്കി നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 2500 ആണ്. സോ ഇതിനിടയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 2700 വരും. അങ്ങനെയാണ് നമ്മൾ 2700 എന്നുള്ള ഏരിയ എടുത്തത്. ഓക്കെ, ടോട്ടൽ ഏരിയ ഓഫ് ദി കോൺക്രീറ്റ് 2700. അതായത് കോളത്തിന്റെ ക്രോസ് സെക്ഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 2700. അതിന്റെ 1% ആണ് 27. അതാണ് നമ്മൾ സ്റ്റീലായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കോളത്തില് എക്സെൻട്രിക് ആയിട്ട് നമ്മുടെ ലോഡ് എക്സാക്ട് സെൻട്രോയിഡിൽ തന്നെ ആക്ട് ചെയ്യണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു മിനിമം എക്സെൻട്രിസിറ്റിയുടെ ചെക്കും കൂടി ചെയ്യണം. അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിക്കണം. മിനിമം എക്സെൻട്രിസിറ്റി 2 ഡയറക്ഷനിലും കണ്ടുപിടിക്കുക. ഒരു ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 60, മറ്റേ ഡയറക്ഷനിൽ ലെങ്ത് 60, മറ്റേത് 45 ആണ്. സോ നമ്മൾ ആദ്യം ഇത് നോക്കാം, L/500 + D/30. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. 2.6 ആണ് നമ്മുടെ മിനിമം എക്സെൻട്രിസിറ്റി.
ഇതിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് 3 മീറ്റർ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഡയറക്ഷനിലെ ഡയമെൻഷൻ ആണ്. സോ 60. സോ നമുക്ക് ഇത്രയും ആൻസർ കിട്ടി. E/D കാണാം. സോ 2.6 ബൈ ഈ ഒരു 60 കാണാം. നമുക്ക് 0.043 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഷോർട്ടർ ഡയറക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് E കാണാനായിട്ട് ഇത് സംഭവം മാറില്ല, ഇത് മാത്രമാണ് മാറി, ഇവിടെ 45 ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ E/B അതും 45 ആക്കും. അപ്പൊ 0.047. ദ മിനിമം എക്സെൻട്രിസിറ്റി റേഷ്യോ ഈസ് ലെസ് ദാൻ 0.05. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാലിഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് 27 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് സ്റ്റീലിന്റെ ഏരിയ കിട്ടിയത്. ഡയറക്റ്റ് മില്ലിമീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ചെയ്തു. 24ന്റെ കമ്പ്യൂട്ടർ 6 ഇട്ട് നോക്കി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, 5/4 × 24 സ്ക്വയർ ഇൻറ്റു ഓരോ നമ്പറായിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും കിട്ടും. ഇത് ഓക്കെയാണ്. ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അതിനൊരു ക്ലോസ് ഉണ്ട് കോഡിൽ. ആ ക്ലോസ് നമുക്കറിയാം, ഇതാണ് ക്ലോസ്. ഈ രണ്ട് ആ ഒരു സ്റ്റിറപ്സ് തമ്മിലുള്ള ദൂരം, അതാണ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിച്ച് ഒരിക്കലും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനേക്കാട്ടിലും കൂടാൻ പാടില്ല. 16 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദി ബാറിനെക്കാട്ടിലും കൂടാൻ പാടില്ല. 300 mm കൂടാൻ പാടില്ല. സോ നമ്മൾ 300 എടുത്തു. ഇനി ഡയമീറ്ററിനുണ്ട് ക്ലോസ്. ഒന്നുകിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലെ ബാറിന്റെ മെയിൻ ബാറിന്റെ ബൈ 4നെക്കാട്ടിലും കുറയാൻ പാടില്ല. കണ്ട, നോട്ട് ലെസ് ദാൻ എന്നാണ്. സോ 6 mm. ആൻഡ് ഇത് ശരിക്കും 6 ആണ് കേട്ടോ, ഇത് 16 അല്ല, 6 ആണ്. സോ ദിസ് ഈസ് 6. ഇതിന് രണ്ടിനെക്കാട്ടിലും കുറയാൻ പാടില്ല. സോ നമ്മൾ കുറയാൻ പാടില്ല പറഞ്ഞുള്ളൂ, കൂടാലോ. അപ്പൊ നമുക്ക് 8 mm കൊടുക്കാം. മാക്സിമം ഈ ടൈസ് ആയിട്ട് നമ്മൾ 8, 6, 10 ഇതൊക്കെയാണ് മാക്സിമം കൊടുക്കുള്ളൂ. അതിന്റെ മുകളിലേക്കൊന്നും ടൈസ് കൊടുക്കില്ല. ഓക്കെ, ഡീറ്റെയിൽ ചെയ്യാം. ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഇവിടെ 45 ആണ്, ഇവിടെ 60 ആണ്. 6 നമ്പർ ഓഫ് ബാർ ആണ്, 24ന്റെ ബാർ ആണ്. ബാറുകൾ ഇങ്ങനെ കാണിക്കുക. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ കാണിക്കുക. ഇതാണ് ട്രാൻസ്വേഴ്സ് ടൈസ് ആണ് ഇത് മൊത്തം. ഇതിന്റെ സ്പേസിങ് 300 ആണ്. സോ ആ ഒരു 300 ഇവിടെ കാണിക്കുക. ഇതാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ്. ഇനി ഒരു സ്ക്വയർ കോളം ആണ്, ഒരു 45/45 സെന്റിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 450/450 ഉള്ള യൂണിയാക്സിയൽ ബെൻഡിങ് ഉള്ള ഒരു സ്ക്വയർ കോളം ആണ്. M25 ആണ് അതിന്റെ മിക്സ്. F415 ആണ് അതിന്റെ ഗ്രേഡ്. ഫാക്ടേഡ് ലോഡ് 2500 kN. ഫാക്ടേഡ് മൊമെന്റ് 200. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1 സൈഡും 2 സൈഡ്, 2 സൈഡിലെ റീഇൻഫോഴ്സ്മെന്റ് വരുന്ന പോലെയും 4 സൈഡിലെ റീഇൻഫോഴ്സ്മെന്റ് വരുന്ന പോലെയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ സ്റ്റെപ്സിലൂടെ ഫസ്റ്റ് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ബേസ് സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് ആദ്യം നമ്മൾ ബാർ ഡയമീറ്റർ, ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്യണം. അതിനുശേഷം കവർ അസ്യൂം ചെയ്ത് ഇതിന്റെ എഫക്റ്റീവ് കവർ കാണണം. അപ്പോൾ D'/D ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട സാധനം. D'/D. D is the least lateral dimension. സോ ഇതിൽ എഫക്റ്റീവ് കവർ, കോളത്തിനുള്ള എഫക്റ്റീവ് കവർ 40 വേണമെന്ന് നിർബന്ധമാണ്. ഒരു സ്ഥലത്തും 40യെക്കാട്ടിലും കുറയാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ കവർ ആണ് പറയുന്നത്. ക്ലിയർ കവർ ഷുഡ് ബി ലെസ് ദാൻ 40. ദെൻ ഡയമീറ്റർ ബൈ 2, ഇതാണ് D'. ദെൻ D ചെയ്യുക. ഈ രണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കുക. PU/FCK/BD MU/FCK/BD സ്ക്വയറും കണ്ടുപിടിക്കുക. ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് D'/D നോക്കിയിട്ട് ചാർട്ട് എടുക്കാം. FE നോക്കണം. അറേഞ്ച്മെന്റ് ഓഫ് ബാറുകൾ, ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചാർട്ട് എടുക്കുക. അത് നോക്കിയിട്ട് P/FCK വാല്യൂ ചാർട്ടിൽ നിന്ന് എടുക്കുക. P/FCK വാല്യൂ. അപ്പോൾ FCK കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P വാല്യൂ നമുക്ക് കിട്ടും. ദെൻ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, ഡീറ്റെയിൽ ചെയ്യുക. നോക്കാം. ഇതാണ് ചോദ്യം. അപ്പോൾ 25 mm ബാർ നമ്മൾ അസ്യൂം ചെയ്തു. 40 mm കവർ നമുക്കറിയാം. സോ D' 52.5, D'/D 0.12. ഇനിയാണ് ചാർട്ട് എടുക്കേണ്ടത്. ഒരുപാട് ചാർട്ടുകൾ ഉണ്ടാവും. ചാർട്ട് 33, 32, 34, 35 അങ്ങനെ ഒരുപാട് ചാർട്ട് ഉണ്ടാവും. അതിൽ D'/D നോക്കുക. നമ്മുടെ 0.12 ആണ്. അപ്പോൾ ഒരിക്കലും ഇതിനേക്കാളും കുറയാൻ പാടില്ല. ഇതിനേക്കാളും കൂടുതലുള്ള ഒരു ചാർട്ട് എടുക്കുക. സോ 0.15. ഇനി നമ്മുടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് 2 സൈഡിൽ കമ്പിടുന്ന റീഇൻഫോഴ്സ്മെന്റ് ടൈപ്പ് ആണ്. അറേഞ്ച്മെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ചാർട്ട് എടുക്കുമ്പോൾ ഇത് നോക്കണം, FY നോക്കണം, D'/D നോക്കണം, അറേഞ്ച്മെന്റ് ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചാർട്ട് എടുക്കാൻ പാടുള്ളൂ. ദെൻ 0.15 നമ്മൾ ചാർട്ട് എടുത്തു. ഇതാണ് PU/FCK/BD. ഇതും നോക്കിയിട്ട് നമുക്ക് P/FCK വാല്യൂ
ചാർട്ടിൽ നിന്ന് എടുക്കണം. അത് ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം. ഇതാ P/FCK/BD y ആക്സിസിലുണ്ട്. അപ്പോൾ 0.49 ആണ്. സോ ഇവിടെ വയ്ക്കുക. MU/FCK/BD സ്ക്വയർ 0.8088 ആണ്. അത് ഇവിടെയാണ് വരിക. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഈ P/FCK. ഇതൊക്കെ P/FCKയുടെ വാല്യൂസ് ആണ്. ഇവിടെ മുട്ടുമ്പോൾ ഇവിടെ വരുന്നത് 0.1ഉം ഇവിടെ വരുന്നത് 0.08ഉം ആണ്. സ്വാഭാവികമായിട്ട് ഇത് 0.09 ആയിരിക്കും. സോ P/FCK 0.09, 0.9 അല്ല 0.09. ദെൻ P കാണാനായിട്ട് FCK കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.09 ഇൻറ്റു 25. ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം P/FCK ആണ്, P അല്ല. സോ P/FCK ഇൻറ്റു 25 ആണ് 2.25. അത്രയും പെർസെൻറ്റേജ് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. ASന് പിടിക്കുക. 2.25% അല്ലേ, 2.25/100 ഇൻറ്റു 45/45. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ വരും. അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓരോ ബാറായിട്ട് നോക്കുക. 8 ബാർ മാക്സിമം നമ്മൾ ഇരട്ട സംഖ്യകളാണ് കോളത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നുകിൽ 6 ബാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4 ബാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 8 ബാർ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും 28 mm-ന്റെ 8 നമ്പർ ഓഫ് ബാർ ഇട്ട് കൊടുത്തു. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ഈ പറഞ്ഞ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ 16 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാർ 300. അപ്പോൾ 3 അതിൽ ഏറ്റവും കുറവ് 300 ആണ്. ഡയമീറ്റർ 28/4 അല്ലെങ്കിൽ 6, ഇതിനെക്കാട്ടിലും കുറയാൻ പാടില്ല. സോ നമ്മൾ 8 എടുത്തു. അപ്പം ഇതാണ് നമ്മുടെ കോളത്തിന്റെ ഡീറ്റെയിലിങ്. ശ്രദ്ധിക്കണം, രണ്ട് സൈഡിൽ മാത്രമേ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളൂ. ഇത് സ്ക്വയർ കോളാണ് കേട്ടോ. അത് വരച്ചപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, നോക്കണ്ട. ഇത് സ്ക്വയർ കോളാണ്. 45/45 ആണ് അതിന്റെ ഡയമെൻഷൻ. രണ്ട് സൈഡിലാണ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. അപ്പൊ അതുപോലെ വരയ്ക്കുക. സ്റ്റിറപ്സിന്റെ സ്പേസിങ് 308 mm ബാർ, ഇവിടെ 28 mm 8 നമ്പർ. നമുക്ക് കേസ് 2 പോവാം. ഇതിൽ വരുന്നത് കേസ് 2 എന്ന് പറയുമ്പോൾ 4 സൈഡിലാണ് റീഇൻഫോഴ്സ്മെന്റ്സ് വരുന്നത്. സോ ഇതൊക്കെ സെയിം തന്നെയാണ്. ചാർട്ട് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. ചാർട്ട് എടുക്കുമ്പോൾ അറേഞ്ച്മെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡല്ലേ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ D'/D നേരത്തെ പോലെ തന്നെ 0.15 എടുക്കണം. അപ്പൊ അതിന്റെ ഒരു ചാർട്ടാണിത്. ചാർട്ട് 45. അപ്പൊ അതില് PU/FCKയുടെ 0.49 ആണ്. നേരത്തെ പോലെ തന്നെ 0.088 ആണ്. സോ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ 0.1 ആണ് വരിക. ഓക്കെ, 0.1 ആണ് വരിക. 0.1 ഇൻറ്റു FCK എന്ന് പറയുമ്പോൾ 2.5%. സോ 50.63 ആണ് ഇതിന്റെ ടോട്ടൽ. 32ന്റെ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടും. ഇതൊക്കെ നിങ്ങൾ ഏകദേശം ഇട്ട് നോക്കുന്ന തന്നെയാണ്. ട്രൈ ആൻഡ് എറർ ആണ്. സോ 6433 ഇത്രയും m² ആണ് അതിന്റെ ഏരിയ. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് നോക്കാം. ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ 16 ടൈംസ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ 300. ഇതിൽ മിനിമം 300 ആണ്. ഡയമീറ്റർ 8 കൊടുക്കുക. 32/4 എന്ന് പറയുമ്പോൾ 8-നേക്കാട്ടിലും കുറയാൻ പാടില്ല എന്നാണ് പറയണത്. സോ 8 കൊടുക്കുക ടൈസ് ആയിട്ട്. സോ 8 നമ്പർ ഓഫ് 32 ബാർ. ഇതിൽ 4 സൈഡിലും ഒരുപോലെയാണ് റീഇൻഫോഴ്സ്മെന്റ്. കണ്ടില്ലേ, 4 സൈഡിലും ഒരുപോലെയാണ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ അതിന്റെ സ്റ്റിറപ്സ് 8 mm ബാർ 300. ഇതാണ് ഇതിന്റെ സ്റ്റിറപ്സിന്റെ സ്പേസിങ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതൊരു സർക്കുലർ കോളാണ് വിത്ത് യൂണിആക്സിയൽ ബെൻഡിങ്. ഒരു ആക്സിയൽ ലോഡും ഉണ്ട്, ഒരു ബെൻഡിങ് ഉണ്ട്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കാണണം. ഡയമീറ്റർ 50 ആണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ആണ്. ഇത് 20 mm വരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250യുടെ കമ്പി ഉപയോഗിക്കണം. അതിന് മുകളിലാണെങ്കിൽ 240യുടെ കമ്പി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാക്ടേഡ് ലോഡ് 1600, ഫാക്ടേഡ് മൊമെന്റ് 125. അപ്പോൾ നേരത്തെ പോലെ തന്നെ D'/D കാണണം, PU/FCK/BD സ്ക്വയർ, PU/FCK/BD കാണണം, MU/FCK/BD സ്ക്വയർ കാണണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് D' ക്ലിയർ കവർ 40, ബാർ ഡയമീറ്റർ 25 ആണ്. സോ 40 + 12.5 52.5 വന്നു. D'/D 50 ആണ് ഡയമീറ്റർ. സോ 0.10. സോ നമ്മൾ എടുക്കുന്ന ഗ്രാഫിലും D'-യുടെ വാല്യൂ D'/D വാല്യൂ അങ്ങനെയാണോ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ഗ്രാഫിലെ ഈ ഒരു ഷേപ്പ് ഇത് സർക്കുലർ ആണോ എന്നും ശ്രദ്ധിക്കണം. ഓക്കെ, ഹൂപ്പ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടൈസിന് പകരം റിങ് കൊടുത്തു പോവാ. നമ്മൾ കോളത്തുമ്പോൾ ഇങ്ങനെ വളയിട്ട പോലെ ഇരിക്കും. ഓക്കെ, വളയിട്ട പോലെയാണ് കാണാം. അതാണ് ഹൂപ്പ് റീഇൻഫോഴ്സ്മെന്റ്. PU/FCK
കണ്ട PU/FCK BD സ്ക്വയർ അല്ല, ഇത് സർക്കുലർ ആയതുകൊണ്ട് PU/FCK D സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അതിന് 0.32 കിട്ടി. MU/FCK BD സ്ക്വയറിന് പകരം D ക്യൂബ് ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഒക്കെ സെന്റിമീറ്ററിലുണ്ടോ അതൊക്കെ എടുക്കണേ. അതിനുശേഷം നമ്മൾ ചാർട്ട് 52 വരിക. നേരത്തെ പോലെ തന്നെ P/FCK വാല്യൂ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ P/FCK വാല്യൂ നമുക്ക് എഴുതാം. ഇതാ ഇവിടെ കിട്ടിയിട്ടുള്ള ഇത് 0.32 ആണ് PU/FCK BD സ്ക്വയർ. ഇത് വന്നിട്ടുള്ളത് 0.05 ആണ്. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ 0.87 ആണ്. ഇവിടെ കണ്ട 0.8ഉം ഇവിടെ 0.1ഉം ആണ്. അപ്പൊ 0.87 ആണ് ഏകദേശം വരിക. സോ അതെടുത്തു. ടോട്ടൽ ഏരിയയുടെ 1.74. അപ്പൊ ആദ്യം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, FCK കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് P കിട്ടുള്ളൂ. ദെൻ ഏരിയ ഓഫ് സ്റ്റീൽ കാണാനായിട്ട് ടോട്ടൽ ഏരിയനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇത്രയും കിട്ടി. ഈ ഒരു ചാർട്ട് 250യുടെ ചാർട്ടായിരുന്നു. സോറി 250യുടെ ചാർട്ടായിരുന്നു. സോ 240യുടെ ചാർട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, 250 ആണ് സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏരിയ. സോ ഫോഴ്സ് 250 ഇൻറ്റു ഏരിയ. അങ്ങനെയാണെങ്കിൽ 240 ആണെങ്കിൽ എത്ര ഏരിയ വേണം? ഈ ഒരു ഫോർമുലയിൽ ഇക്വേറ്റ് ചെയ്യുക. ഇത് ഫോഴ്സിന് ഇക്വേറ്റ് ചെയ്യാണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ, സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പൊ നമുക്ക് അടുത്ത ഏരിയ കിട്ടും 35.58. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി 25ന്റെ കമ്പിയാണ്. സോ നമുക്ക് 240 ആണ് എടുക്കേണ്ടി വരിക. സോ ഈ ഒരു വാല്യൂ എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ 25ന്റെ 8 കമ്പി ഇട്ട് കൊടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് ടൈസ് കൊടുത്തു. 8 mm ബാർ 300 സെൻട്രൽ സെൻട്രൽ കൊടുത്തു. അപ്പൊ അതിങ്ങനെ ഇരിക്കും. 8 ബാർ ഉണ്ട്, കണ്ടില്ലേ? 25ന്റെ 8 ബാർ ഉണ്ട്. ഡയമീറ്റർ 50, ക്ലിയർ കവർ 40, സ്റ്റിറപ്സ് 8, മെയിൻ ബാർ 25. ഇതിങ്ങനെ ഡീസെന്റ് ആയിട്ട് വരച്ച് കാണിക്കുക. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ കേസ്. കാരണം നമ്മള് പണ്ട് ഏതോ ഒരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായി. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഭൂകമ്പം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ബിൽഡിങ്സിലത്തെ കോളംസ് മാത്രം അധികം കേടുപാടുകളൊന്നും പറ്റാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതിന് കാരണം എന്ന് സ്ട്രക്ചറിൽ അതിനെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അതിൽ കൊടുത്തിട്ടുള്ളത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. എന്താണ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്? മറ്റേ കോളത്തിലൊക്കെ ഇങ്ങനെ വള പോലെ ഇട്ട് കൊടുത്തേക്കായിരുന്നു. ഒരു റിങ്, കുറച്ച് കഴിഞ്ഞാൽ അടുത്ത റിങ്, അടുത്ത് കഴിഞ്ഞാൽ അടുത്ത റിങ്, അത് കഴിഞ്ഞാൽ അടുത്ത റിങ്, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത കോളത്തിൽ വളയൊന്നല്ല, ഈ ചെടികളൊക്കെ നമ്മൾ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടുവാണെങ്കിൽ പോലെ സ്പ്രിങ് പോലെ അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈസ് കൊടുത്തേക്കാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 കോളൊക്കെ എടുക്കുകയാണ്. ഒന്നിൽ റിംഗ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു, മറ്റേതിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു. രണ്ടിന്റെ ഡയമെൻഷനും സ്പേസിങ്ങും എല്ലാം സെയിം ആണെങ്കിലും ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന കാരണം കൊണ്ട് അതിന്റെ ഇന്റഗ്രിറ്റി ഒരു സ്ഥലത്തും നഷ്ടപ്പെടാത്തത് കൊണ്ട് അതിനൊരു 5% സ്ട്രെങ്ത് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് 1.05. മറ്റേ കോളത്തിന് 100 എടുക്കാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിന് 105 എടുക്കാൻ പറ്റും. ഓക്കെ, മറ്റേ കോളത്തിന് 200 എടുക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിന് 210 എടുക്കാൻ പറ്റും. ഓക്കെ, എപ്പോഴും ഒരു 1.05 ടൈംസ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. So there is no difference, but we can reduce the load. ലോഡിനെ നമുക്ക് കുറയ്ക്കാം. അപ്പൊ ലോഡിനെ കുറയ്ക്കാന്ന് പറയുമ്പോൾ മൊത്തം ഈ റേഷ്യോനെ കുറയ്ക്കാന്ന് തന്നെയാണ് അർത്ഥം. സോ ഈ റേഷ്യോനൊക്കെ നമുക്ക് 1.05 വെച്ച് റെഡ്യൂസ് ചെയ്യാം. PU/FCK D സ്ക്വയർ നേരത്തെ കിട്ടിയത് 0.32 ആണ്, റെഡ്യൂസ് ചെയ്തു. MU/FCK D സ്ക്വയർ നേരത്തെ കിട്ടിയത് 0.05 ആണ്, അതിനെ റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫിൽ പോയി വാല്യൂ എടുത്തു. 0.078 ഇതാണ് വരുന്നത്. 0.08ന്റെയും 0.6ന്റെ ഇടയിലാണ്. സോ 0.078 ആണ് വന്നത്. അതിനെ FCK കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, P കണ്ടുപിടിച്ചു, ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി 240 ആണെങ്കിൽ എത്ര ഏരിയ വേണമെന്നും കണ്ടുപിടിച്ചു. ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. സോ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടി. കാരണം 25ന്റെ റീഇൻഫോഴ്സ്മെന്റ് ആണല്ലോ യൂസ് ചെയ്യണത്. അങ്ങനെ നമുക്ക് ഏരിയ കിട്ടി.
ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് 8 നമ്പർ ഓഫ് 25 ബാർ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആണെന്ന് മനസ്സിലായി. സോ ആ ഒരു ബാർ കൊടുക്കുക. പക്ഷേ ഈ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെയുള്ള സ്പേസിങ് കൊടുത്താൽ പോരാ. കുറച്ചും കൂടിയും കോഡ് പ്രൊവിഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്പേസിങ് കൊടുക്കണം. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് വോളിയം ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി കോർ ഷുഡ് ബി ഈക്വൽ ടു 0.36 ഇൻറ്റു AG ഡിവൈഡ് ബൈ AC മൈനസ് 1 ഇൻറ്റു FCK ബൈ FY. ഇതിൽ AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഏരിയയും AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഏരിയ ഓഫ് ദി കോറും ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് അടുത്തതിൽ ക്ലിയർ ചെയ്യാം. എന്താണ് ഫസ്റ്റ് ടൈം? വോളിയം ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. വോളിയം ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ അത് ഏകദേശം അതിന് ഇങ്ങനെയായിരിക്കും അതിന്റെ ഇതിരിക്കണ്ടാവുക. സംഭവം അത് സ്പൈറലായിരിക്കും, പക്ഷെ നമ്മളിത് സർക്കുലർ ആയിട്ട് അസ്യൂം ചെയ്യാണ്. അപ്പൊ അതിങ്ങനെ വന്നു. ഇനി ഈ ഒരു ഹെലിക്കലിനെ ഞാൻ എടുത്ത് നേരെയാക്കി നേർത്തി വെച്ചു. ഈ ഒരു കമ്പി ഇങ്ങനെ കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി വെച്ചു. അപ്പൊ അതിന്റെ വോളിയം എങ്ങനെ കാണാം? ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 mm കമ്പി ആയതുകൊണ്ട് π/4 ഇൻറ്റു 8² ആണെന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ സർക്കിൾ ആയിരുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തി വെച്ചത്. സോ ഇതിന്റെ ഡയമീറ്റർ വെച്ചിട്ടുള്ള പെരിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആദ്യം കാണണം ഈ ഒരു സംഭവത്തിന്റെ ഡയമീറ്റർ കാണണം. ഡയമീറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ടൈയുടെ സെന്റർ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ്. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ടോട്ടൽ 500 ആണ്. ഇവിടെ 40 കുറഞ്ഞു, ഇവിടെയും 40 കുറഞ്ഞു. സോ സ്വാഭാവികമായിട്ടും 80 വന്നിട്ടുണ്ടാവും. സോ 420 ആയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇവിടം വരെ 420 ആയിരിക്കും. ടൈയുടെ ഉൾഭാഗം തൊട്ട് ടൈയുടെ ഉൾഭാഗം വരെ 420 ആയിരിക്കും. പ്ലസ് 8/2 പ്ലസ് 8/2, അതായത് 428 ആയിരിക്കും ഈ പറയുന്ന ഡയമീറ്റർ. സെന്റിമീറ്ററിലാക്കുമ്പോൾ 42.8. എങ്ങനെ കിട്ടിയത്? 500ൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും 40 കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ അപ്പൊ നമുക്ക് ഉള്ളിലത്തെ കിട്ടിയ, പക്ഷെ നമുക്ക് സെൻട്രലത്തെ കിട്ടണ്ടേ. സോ ഇവിടുന്ന് ഇങ്ങോട്ട് 4 കൂട്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് 4 കൂട്ടി. സോ 428. 500 മൈനസ് 80, 420 പ്ലസ് 4 ആൻഡ് പ്ലസ് 4. സോ 428 കിട്ടി. അതാണ് വോളിയം ഓഫ് ദി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏരിയ ഇൻറ്റു ലെങ്ത്. ഇനി വോളിയം ഓഫ് ദി കോർ കാണണം. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് കോറ്. ഈ ഒരു സ്റ്റിറപ്പിന്റെ ഔട്ടർ തൊട്ട് ടൈയുടെ ഔട്ടർ വരെയുള്ളതാണ് ഇതിന്റെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് കാണാനായിട്ട് നേരത്തെ കിട്ടിയതിന്റെ കൂടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. +4 + 4. സോ 436 വരും. ഓക്കെ, 436 വരും. അല്ലെങ്കിൽ 500ൽ നിന്ന് 32, ഇവിടെ നിന്ന് 32 കുറച്ചാലും മതി. 40 ഇവിടം വരെയാണല്ലോ, ഇവിടെ 8 ആണ്. സോ ഇത് 32 ആണ് വരിക. സോ 500ൽ നിന്ന് 32 64 കുറച്ചാലും മതി. സോ 436 ഉണ്ട്. അതാണ് വോളിയം ഓഫ് ദി ഏരിയ കാണാനായിട്ട് ഉപയോഗിക്കേണ്ട ഡയമീറ്റർ. കോറിന്റെ ഏരിയ കാണാനായിട്ട് ഉപയോഗിക്കേണ്ട ഡയമീറ്റർ ആണിത്. ഇനി എന്താണ് ശരിക്കും കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളിങ്ങനെ ടൈസ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സിറപ്സ് മുതൽ അടുത്ത സിറപ്സ് വരെ ആ ഒരു ദൂരാണ് ഒരു കോറിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റിറപ്സ് ഇത് സ്പൈറൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്പൈറലിൽ ഒരു സ്പ്രിങ് ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഒരു സ്പ്രിങ്ങിന്റെ ഈ ഒരു എൻഡ് മുതൽ തൊട്ടടുത്ത റിംഗ് ഭാഗത്തിന്റെ അതേ ഭാഗം വരെയുള്ള ദൂരം, അത് സ്പേസിങ് തന്നെയാണ് വരിക. സോ ഇൻറ്റു സ്പേസിങ്, ഏരിയ ഇൻറ്റു ലെങ്ത്, സ്പേസിങ്. ഓക്കെ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് സ്പേസിങ്. ഇനി ഗ്രോസ് ഏരിയ നമുക്കറിയാം 50 ആണ് ഡയമീറ്റർ. സോ ഇങ്ങനെ കൊടുത്തു. കോറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 ഇൻറ്റു d². ഇതൊക്കെ അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FCക്കും FYയും ഒക്കെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അതിൽ S എന്ന് പറയുന്ന ടേം മാത്രം നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിച്ച് AG/AC ഒക്കെ കണ്ട്
ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു സംഭവം ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SH. അപ്പൊ നമുക്ക് സ്പേസിംഗ് കിട്ടും. സോ 497 സെന്റിമീറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 497 സെന്റിമീറ്റർ അല്ല, 49.7 mm അല്ലെങ്കിൽ 4.97 ആണ് എന്ത് കൊടുക്കേണ്ടത്? നമ്മൾ ഇതിന്റെ സ്പേസിംഗ് കൊടുക്കേണ്ടത്. ഓക്കെ, കോഡ് പ്രൊവിഷൻ അനുസരിച്ചിട്ട് 49.7 mm, അതായത് 4.9 mm ആണ് ഇതിന്റെ സ്പേസിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതുപോലെ നിങ്ങൾ സ്പേസിംഗ് കൊടുക്കുക. ഇതും തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഈ 4.97 സെന്റിമീറ്റർ. അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ ഒരു ടൈസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്ത് പോകണം. കമ്പിയൊക്കെ 25 8 അല്ലേ, അല്ല 6 അങ്ങ് തൊട്ടത് അല്ലേ, അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിച്ച് AG/AC ഒക്കെ കണ്ട് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു സംഭവം ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SH. അപ്പൊ നമുക്ക് സ്പേസിംഗ് കിട്ടും. സോ 497 സെന്റിമീറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 497 സെന്റിമീറ്റർ അല്ല, 49.7 mm അല്ലെങ്കിൽ 4.97 ആണ് എന്ത് കൊടുക്കേണ്ടത്? നമ്മൾ ഇതിന്റെ സ്പേസിംഗ് കൊടുക്കേണ്ടത്. ഓക്കെ, കോഡ് പ്രൊവിഷൻ അനുസരിച്ചിട്ട് 49.7 mm, അതായത് 4.9 mm ആണ് ഇതിന്റെ സ്പേസിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതുപോലെ നിങ്ങൾ സ്പേസിംഗ് കൊടുക്കുക. ഇതും തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഈ 4.97 സെന്റിമീറ്റർ. അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ ഒരു ടൈസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്ത് പോകണം. കമ്പിയൊക്കെ 25 8 അല്ലേ, അല്ല 6 അങ്ങ് തൊട്ടത് അല്ലേ, അതുപോലെ തന്നെ കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ഡിസൈനിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.